ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് നമ്മുടെ ഇതുപോലെ ചളിയായ ചീർപ്പൊക്കെ നമുക്ക് എങ്ങനെ എളുപ്പത്തിൽ ക്ലീനാക്കി എടുക്കാമെന്നാണ് കേട്ടോ. അപ്പോൾ സാധാരണഗതിയിൽ നമ്മൾ ഇതുപോലെ ചളിയായ ചീർപ്പൊക്കെ പിന്നീട് ഉപയോഗിക്കാറില്ല, പിന്നീട് അത് മാറ്റി വാങ്ങാറാണ് പതിവല്ല. എന്നാൽ ഇനിപോലെ ഇതുപോലെ ചളിയായ ചീർപ്പ് നമുക്ക് മാറ്റിയെടുക്കാൻ വളരെ സിമ്പിളാണ്. ഇതുപോലെ ഒരു പൗഡർ മാത്രം മതി കേട്ടോ. അത് ഏത് പൗഡറായാലും മതി. ടാൽക്കം പൗഡർ ഇനി ഡേറ്റ് കഴിഞ്ഞാലൊന്നും കുഴപ്പമില്ല കേട്ടോ. ഇതുപോലെ ഒരു പൗഡർ ഇട്ട് കൊടുക്കുക. ആ ചളിയുടെ മുകളിൽ വേണം കേട്ടോ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാൻ. അതുപോലെ തിരിച്ചിട്ടിട്ടും ഇതുപോലെ ചെയ്ത് കൊടുക്കുക. നന്നായി ആ ചളിയുടെ മുകളിലായി നമ്മുടെ പൗഡർ ഇട്ട് കൊടുക്കുക. കണ്ടോ, ഇതുപോലെ ജസ്റ്റ് നിങ്ങളുടെ വിരൽ കൊണ്ടൊന്ന് ആ പൗഡർ ജസ്റ്റ് ആ ചളിയിലേക്ക് നന്നായി ഒന്ന് ആക്കി കൊടുക്കുക കേട്ടോ. അങ്ങനെ ചെയ്തതിന് ശേഷം നമുക്കിനി ആവശ്യമെന്ന് പറയുന്നത് നമ്മുടെ ഒരു പഴയ ടൂത്ത് ബ്രഷാണ് കേട്ടോ. ഇത് ഞാനൊരു പൊട്ടിയ പഴയ ടൂത്ത് ബ്രഷാണ് എടുത്തിട്ടുള്ളത്. പക്ഷേ ബ്രഷ് അടിപൊളിയാണ്, അതുകൊണ്ട് അതിൻ്റെ അതൊന്നും തേഞ്ഞിട്ടൊന്നുമില്ല. തേയാത്തത് വേണം കേട്ടോ സെലക്ട് ചെയ്യാൻ. അപ്പോൾ പഴയത് ഇതുപോലെ കണ്ടോ, ഇതുപോലെ ജസ്റ്റ് ഒന്ന് തട്ടി കൊടുക്കുമ്പോൾ തന്നെ നമ്മുടെ ചളി അതിൽ നിന്ന് ഇളകാൻ തുടങ്ങും കേട്ടോ. അപ്പോൾ വേറെ ഒന്നും ചെയ്യേണ്ട, ഒരു പഴയ പൗഡർ മാത്രം മതി. ഇതുപോലെ ഒരു ബ്രഷും, അധികം തേയാത്ത ബ്രഷാണെങ്കിൽ നമുക്ക് ചളി ഇതുപോലെ എടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. കണ്ടോ, ചളി ഇളകുന്നത് ഇപ്പം തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും. നമ്മുടെ പൗഡർ അതിലേക്ക് ഇറങ്ങുമ്പോൾ തന്നെ ചളി ഇതൊന്ന് ശരിക്കും വിട്ടു പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുമ്പോൾ തന്നെ നല്ലോണം ചളി അതിൽ നിന്നും പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇത് വലിയ പാടൊന്നും പ്രയാസമൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് ഇതിൻ്റെ ചളി ഇളക്കാൻ പറ്റും കേട്ടോ. ഇത് കണ്ടോ, അപ്പോൾ ഞാനത് നന്നായി ഒന്ന് ഇളക്കിയിട്ടുണ്ട്. കണ്ടോ, ഇതൊരു സൈഡാണ് ബ്രഷ് നമ്മുടെ ചീർപ്പിൻ്റെ. ഇനി മറ്റേ സൈഡ് അതുപോലെ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ചും കൂടെ പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ടാൽക്കം പൗഡറാണ് കേട്ടോ. നമുക്ക് ഏത് ടാൽക്കം പൗഡർ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഡേറ്റ് കഴിഞ്ഞാൽ അതൊന്നും കുഴപ്പമൊന്നുമില്ല. ജസ്റ്റ് ഇത് അതുപോലെ ആ ചളിയിലൊന്ന് ആക്കി കൊടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇത് പെട്ടെന്ന് നമുക്ക് ചീർപ്പ് വൃത്തിയാക്കാൻ പറ്റിയ നല്ലൊരു ഐഡിയ ആണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ഈ ചീർപ്പ് മാത്രമല്ല ഏത് ചീർപ്പും നമുക്ക് ഇതുപോലെ വൃത്തിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ. പിന്നെ നിങ്ങൾക്ക് മാറ്റി വാങ്ങേണ്ട ആവശ്യമുണ്ടാവില്ല. അപ്പോൾ അധികം തേയാത്ത ചീർപ്പൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാം. അപ്പോൾ കണ്ടോ, ഇതുപോലെ നമുക്ക് വിരൽ ഉപയോഗിച്ച് ആ ചളിയുടെ ഭാഗത്തേക്ക് നന്നായി ആക്കി കൊടുത്തതിന് ശേഷം ജസ്റ്റ് നമുക്ക് ബ്രഷിൻ്റെ ആവശ്യമേ വരുന്നുള്ളൂ. പഴയൊരു ടൂത്ത് ബ്രഷ് ഇതിനായി നമുക്ക് എടുത്ത് വെക്കാം. അധികം തേയാത്ത ബ്രഷ് വേണം. അതുകൊണ്ട് നമുക്കിതുപോലെ ചളി എടുത്ത് മാറ്റും. ഇപ്പോൾ കണ്ടാൽ നമ്മുടെ ചീർപ്പ് നല്ല കുട്ടപ്പനായിട്ടുണ്ടല്ലേ. അപ്പോൾ ഇതുപോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇതിനായി വളരെ സിമ്പിൾ ടിപ്പാണിത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ഈ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന വീഡിയോകളുമായി നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.